മാസ്റ്റർ ഡിജിറ്റൽ എഡ്യൂക്കേഷൻ ആപ്പ് കേരള സിലബസിൽ 8ാം ക്ലാസ് മുതൽ +2 വരെ. ഡൗൺലോഡ് നൗ. നമസ്കാരം, ഞാൻ ഉമേഷ് ശിവരാമൻ. ഹണ്ടൻ ന്യൂസ് ആരംഭിക്കുന്നു. നോക്കാം പ്രധാന വാർത്തകൾ. സ്വർണ്ണക്കടത്ത് കേസിൽ എൻഫോഴ്സ്മെന്റിനെതിരായ ജുഡീഷ്യൽ അന്വേഷണം ഹൈക്കോടതി സ്റ്റേ ചെയ്തു. ഇടക്കാല ഉത്തരവ് ED നൽകിയ ഹർജിയിൽ മുഖ്യമന്ത്രി അടക്കം 5 എതിർകക്ഷികൾക്ക് നോട്ടീസ്. ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിച്ചത് നിയമപരിശോധനയ്ക്ക് ശേഷമെന്ന് CPIM. മുഖ്യമന്ത്രി പിണറായി വിജയൻ വിദേശത്തേക്ക് പണം കടത്തിയെന്ന ആരോപണവുമായി സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സരിത്ത്. UAE കോൺസുലേറ്റിന് ഉപയോഗിച്ചാണ് മുഖ്യമന്ത്രി വിദേശത്തേക്ക് പണം കടത്തിയതെന്ന് കസ്റ്റംസിനോട് സരിത്ത്. ഡോളർ കടത്ത് കേസിൽ കസ്റ്റംസ് സരിത്തിന് നൽകിയ ഷോക്കോസ് നോട്ടീസിന്റെ വിശദാംശങ്ങൾ 24-ന്. കരിപ്പൂർ സ്വർണ്ണക്കടത്ത് കേസ് പ്രതി അർജുൻ ആയങ്കിക്ക് ജാമ്യമില്ല. 2ാം തവണയും ജാമ്യാപേക്ഷ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾക്കുള്ള പ്രത്യേക കോടതി തള്ളി. ജാമ്യം അനുവദിച്ചാൽ കേസ് അട്ടിമറിക്കുമെന്ന് കസ്റ്റംസ്. ഹിമാചൽ പ്രദേശിൽ വീണ്ടും മണ്ണിടിച്ചൽ. ദുരന്തം കിനാവൂരിലെ ദേശീയപാതയിൽ. നിരവധി പേർ കുടുങ്ങിക്കിടക്കുന്നതായി റിപ്പോർട്ടുകൾ. രക്ഷാപ്രവർത്തനത്തിന് പോലീസും ITBPയും രംഗത്ത്. സംസ്ഥാന സർക്കാരിന് പിന്തുണ അറിയിച്ച് പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും. രാജ്യസഭയിൽ നാടകീയ രംഗങ്ങൾ. പ്രതിപക്ഷ പ്രതിഷേധങ്ങളിൽ വികാരാധീനനായി ഉപരാഷ്ട്രപതി. രോഷം വ്യക്തമാക്കാൻ വാക്കുകളില്ലെന്ന് സഭാ ഉപാധ്യക്ഷൻ. ലോക്സഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. സഭയിലെ ബഹളങ്ങളിൽ നടപടി ആവശ്യപ്പെട്ട് പ്രധാനമന്ത്രിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും. നരേന്ദ്രമോദിയും അമിത്ഷായും സ്പീക്കറുമായി കൂടിക്കാഴ്ച നടത്തി. ജനങ്ങളെ കയ്യേറ്റം ചെയ്യുന്ന പോലീസിനെതിരെ തെരുവിൽ പ്രതിഷേധിക്കുമെന്ന് പ്രതിപക്ഷം. ആറ്റിങ്ങലിൽ നഗരസഭാ ജീവനക്കാർ മീൻകുട്ട വലിച്ചെറിഞ്ഞതിൽ നിയമസഭയിൽ പ്രതിഷേധം. കുട്ടനാട്ടിൽ സർക്കാർ പ്രഖ്യാപിച്ച ഒരു പദ്ധതി പോലും നടപ്പായില്ലെന്ന് വിമർശനം. ജനങ്ങളുടെ കൂട്ടപലായനമെന്ന് PC വിഷ്ണുനാഥ്. പദ്ധതികൾ സമയബന്ധിതമായി തീർക്കുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. അട്ടപ്പാടിയിൽ അറസ്റ്റിടെ പോലീസ് ആദിവാസി കുടുംബത്തെ മർദ്ദിച്ചുവെന്ന പരാതി പ്രത്യേക അന്വേഷണ സംഘം പരിശോധിക്കും. നാർക്കോട്ടിക്സ് DYSP ശ്രീനിവാസിന് അന്വേഷണ ചുമതല. ഊരിലെ സംഘർഷവും പോലീസിനെതിരായ പരാതിയും പ്രത്യേക സംഘം അന്വേഷിക്കും. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ 2ഉം 3ഉം പ്രതികൾ അറസ്റ്റിൽ. പിടിയിലായത് മുൻ മാനേജരും അക്കൗണ്ടന്റും. തട്ടിപ്പിൽ ഭരണസമിതിക്ക് വീഴ്ച പറ്റിയെന്ന് റിപ്പോർട്ട്. ബാങ്കിൽ നടന്നത് ഗുരുതര ക്രമക്കേടുകളെന്ന് സഹകരണ വകുപ്പ് നിയോഗിച്ച പ്രത്യേക സമിതി. 9 അംഗ ഉദ്യോഗസ്ഥ സമിതി പ്രാഥമിക റിപ്പോർട്ട് കൈമാറി. ഓഡിറ്റർമാർക്കടക്കം വീഴ്ച സംഭവിച്ചുവെന്ന് സഹകരണ മന്ത്രി VN വാസവൻ. ഫാഷൻ ഗോൾഡ് നിക്ഷേപ തട്ടിപ്പിലെ മുഖ്യപ്രതി പൂക്കോയ തങ്ങൾ കാസർഗോഡ് ഹോസ്ദുർഗ് കോടതിയിൽ കീഴടങ്ങി. ജ്വല്ലറി ചെയർമാനായിരുന്ന കമറുദ്ദീൻ അറസ്റ്റായ കഴിഞ്ഞ നവംബർ 7 മുതൽ ഒളിവിലായിരുന്നു. നേപ്പാളിലേക്കാണ് ഒളിവിൽ പോയതെന്ന് പൂക്കോയ തങ്ങൾ. ആൾക്കൂട്ടം നിയന്ത്രിക്കാനായില്ലെങ്കിൽ മദ്യശാലകൾ അടച്ചിടണമെന്ന് ഹൈക്കോടതി. മദ്യം വാങ്ങാനെത്തുന്നവരെ പകർച്ചവ്യാധിയിലേക്ക് തള്ളിവിടാൻ കഴിയില്ലെന്ന് നിരീക്ഷണം. കോവിഡ് ചട്ടം കർശനമായി നടപ്പാക്കുമെന്ന് സർക്കാർ. സൗകര്യങ്ങളില്ലാത്ത മദ്യക്കടകൾ മാറ്റി സ്ഥാപിക്കാനുള്ള നടപടി തുടങ്ങിയെന്ന് വിശദീകരണം. ഓഗസ്റ്റ് 15-ന് മുൻപ് 60 വയസ്സ് കഴിഞ്ഞവരുടെ വാക്സിനേഷൻ സംസ്ഥാനത്ത് പൂർത്തിയാക്കുമെന്ന് മന്ത്രി MV ഗോവിന്ദൻ. 3ാം തരംഗം നേരിടാൻ സംസ്ഥാനത്ത് നടപടി തുടങ്ങി. സംസ്ഥാനത്ത് TPI ഉയർന്നതിനൊരു കാരണം ഉയർന്ന ജനസാന്ദ്രതയെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. രോഗികളുടെ എണ്ണം കൂടുന്നുവെങ്കിലും തീവ്രത കുറവാണെന്നും മന്ത്രി നിയമസഭയിൽ. കേരളത്തിലെ ലോക്ഡൌൺ ഇളവുകളിൽ മുന്നറിയിപ്പുമായി കേന്ദ്രം. കണ്ടെയ്ൻമെന്റ് സോണുകൾ കേന്ദ്ര മാർഗനിർദ്ദേശങ്ങൾ പ്രകാരമല്ലെന്ന് വിദഗ്ധ സംഘം. വീടിനകത്ത് രോഗപ്പകർച്ച കൂടുതൽ കേരളത്തിൽ. സംസ്ഥാനത്ത് ലോക്ഡൌൺ മാനദണ്ഡങ്ങളിൽ മാറ്റം. WIPR 8% മുകളിലുള്ള പ്രദേശങ്ങളിൽ ലോക്ഡൌൺ ഏർപ്പെടുത്തും. ഓണത്തിന് ആൾക്കൂട്ടമുണ്ടാകുന്ന പരിപാടികൾ പാടില്ലെന്നും നിർദ്ദേശം. തദ്ദേശ സ്ഥാപനാടിസ്ഥാനത്തിൽ വ്യാപാരികളുടെ യോഗം വിളിക്കാൻ തീരുമാനം. സിനിമാ മേഖലയിലെ പ്രതിസന്ധി ചർച്ച ചെയ്യാൻ തിയേറ്റർ ഉടമകളുടെ സംഘടന അടിയന്തര യോഗം വിളിച്ചു. തിയേറ്റർ തുറക്കണമെന്ന ആവശ്യം യോഗത്തിൽ ചർച്ച ചെയ്യും. സിനിമാ നിർമ്മാതാക്കളുടെ യോഗവും ഇന്ന് കൊച്ചിയിൽ. നികുതിളം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ സർക്കാരിനെ സമീപിക്കാൻ സിനിമാ സംഘടനകൾ. കോവിഡ് അടിയന്തര ധനസഹായം എന്ന നിലയിൽ സംസ്ഥാനത്തിന് 26.08 കോടി കൂടി നൽകുമെന്ന് കേന്ദ്രം ഹൈക്കോടതിയിൽ. 178.89 കോടി അനുവദിച്ചതിന് പുറമെയാണിത്. കേരളത്തിൽ വാക്സിൻ വിതരണം കാര്യക്ഷമമെന്ന് കേന്ദ്രം. വാക്സിൻ ഹർജികൾ നാളെ പരിഗണിക്കാനായി മാറ്റി. കോവാക്സിനും കോവിഷീൽഡും വ്യത്യസ്ത ഡോസുകളായി നൽകുന്നത് പരിശോധിക്കാൻ ഡ്രഗ്സ് കൺട്രോളറുടെ അനുമതി. നടപടി വിദഗ്ധ സമിതിയുടെ ശുപാർശയ്ക്ക് പിന്നാലെ. രാജ്യത്ത് 24 മണിക്കൂറിടെ 38,353 പുതിയ കോവിഡ് കേസുകളും 497 മരണവും. രോഗമുക്തി നിരക്ക് 97.45% ഉയർന്നു. റോഡിലെ നിയമലംഘനങ്ങൾക്കെതിരെ മുഖം നോക്കാതെ നടപടിയെന്ന് ഗതാഗത മന്ത്രി. നിയമപാലകരുടെ മനോവീര്യം തകർക്കാൻ അനുവദിക്കില്ലെന്ന് ആന്റണി രാജു.
വാഹന രജിസ്ട്രേഷൻ റദ്ദാക്കാതിരിക്കാൻ കാരണം കാണിച്ച് ഇ ബുള്ളറ്റ് ബ്ലോഗർമാർക്ക് മോട്ടോർ വാഹന വകുപ്പിന്റെ നോട്ടീസ്. 7 ദിവസത്തിനകം വിശദീകരണം നൽകണം. വാഹന രജിസ്ട്രേഷൻ റദ്ദാക്കാതിരിക്കാൻ കാരണം കാണിച്ച് ഇ ബുള്ളറ്റ് ബ്ലോഗർമാർക്ക് മോട്ടോർ വാഹന വകുപ്പിന്റെ നോട്ടീസ്. 7 ദിവസത്തിനകം ഹാജരായി വിശദീകരണം നൽകണമെന്ന് ഇരിട്ടി ജോയിന്റ് ആർടിഒ. മുരിങ്ങൂർ പീഡനക്കേസ് പ്രതി ജോൺസന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി. എത്രയും വേഗം അന്വേഷണ സംഘത്തിന് മുന്നിൽ കീഴടങ്ങണമെന്ന് ഹൈക്കോടതി. പ്രത്യേക സംഘം അന്വേഷിക്കണമെന്ന ഇരയുടെ ഹർജി സർക്കാരിന്റെ റിപ്പോർട്ട് സ്വീകരിച്ച് തീർപ്പാക്കി. സ്ത്രീധനം വാങ്ങുന്ന കല്യാണങ്ങളിൽ നിന്ന് സ്വയം വിട്ടുനിൽക്കണമെന്ന് മുഖ്യമന്ത്രി. സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളിൽ അന്വേഷണം കാര്യക്ഷമമാക്കാനുള്ള നടപടികൾ സ്വീകരിക്കും. മഹാരാഷ്ട്രയുടെ കൊലപാതകം ഞെട്ടിപ്പിക്കുന്നതെന്നും പിണറായി വിജയൻ നിയമസഭയിൽ. സോഷ്യൽ മീഡിയ വഴി പെൺകുട്ടികളെ ചതിക്കുഴികളിൽ പെടുത്തുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്നും മുഖ്യമന്ത്രി. മുഈൻ അലി തങ്ങളുമായി ബന്ധപ്പെട്ട വിഷയം അവസാനിച്ചുവെന്ന് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി PMA സലാം. വിഷയം പാണക്കാട് ഹൈദരലി തങ്ങളെ അറിയിച്ചതോടെ പാർട്ടിയുടെ ഉത്തരവാദിത്തം കഴിഞ്ഞു. വിഷയത്തിൽ പാർട്ടി അധ്യക്ഷൻ ഉചിതമായ സമയത്ത് തീരുമാനം അറിയിക്കുമെന്നും PMA സലാം. ട്രാവൻകൂർ ഷുഗേഴ്സ് ആൻഡ് കെമിക്കൽ സ്പിരിറ്റ് വെട്ടിപ്പ് കേസിൽ ജനറൽ മാനേജറടക്കം 3 ഉദ്യോഗസ്ഥർക്ക് മുൻകൂർ ജാമ്യം. ഹൈക്കോടതി ജാമ്യം നൽകിയത് ജനറൽ മാനേജർ അലക്സ് P. അബ്രഹാം, പേഴ്സണൽ മാനേജർ PU ഹാഷിം, പ്രൊഡക്ഷൻ മാനേജർ മേഘ മുരളി എന്നിവർക്ക്. എറണാകുളം മുനമ്പത്ത് നിയമം ലംഘിച്ച് ബൈക്കിൽ കറങ്ങിയ യുവാവ് പിടിയിൽ. അറസ്റ്റായത് ചെറായി സ്വദേശി റിച്ചൽ സെബാസ്റ്റ്യൻ. ഹെൽമറ്റും ഷർട്ടും മാസ്കും ധരിക്കാതെയായിരുന്നു യാത്ര. മലപ്പുറം പറപ്പൂർ റൂറൽ കോപ്പറേറ്റീവ് ബാങ്ക് സാമ്പത്തിക തട്ടിപ്പിൽ പണമടയ്ക്കാൻ ഡയറക്ടർ ബോർഡ് അംഗങ്ങൾക്ക് നോട്ടീസ്. 9 കോടിയുടെ ബാധ്യത അടയ്ക്കണമെന്നാവശ്യപ്പെട്ടുള്ള ജോയിന്റ് രജിസ്ട്രാറുടെ നോട്ടീസിന്റെ പകർപ്പ് 24നോട്. CPIM നിയന്ത്രണത്തിലുള്ള ബാങ്കിലെ തട്ടിപ്പ് പുറത്തുവന്നത് 2019. ചെർപ്പുളശ്ശേരി ഹിന്ദുസ്ഥാൻ ബാങ്ക് തട്ടിപ്പ് കേസിൽ മുൻ RSS നേതാവ് അറസ്റ്റിൽ. പിടിയിലായത് HDB നിധി ലിമിറ്റഡ് ചെയർമാൻ സുരേഷ് കൃഷ്ണ. നടപടി നിക്ഷേപം വാങ്ങി കബളിപ്പിച്ചെന്ന പരാതി. കേരള ബാങ്ക് ATMകളിൽ നിന്ന് പണം തട്ടിയതായി പരാതി. തിരുവനന്തപുരം നഗരത്തിൽ മാത്രം 60,000 രൂപയോളം തട്ടി. ബാങ്കിന്റെ പരാതിയിൽ അന്വേഷണം തുടങ്ങി. തട്ടിപ്പ് വ്യാജ ATM കാർഡ് ഉപയോഗിച്ച്. അധ്യാപക ജോലി വാഗ്ദാനം ചെയ്ത് 25 ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിൽ മലബാർ സ്വതന്ത്ര സുറിയാനി സഭാ തലവനെതിരെ കുറ്റപത്രം. സെൻട്രൽമാർ ബസേലിയോസ് മെത്രാപ്പൊലീത്ത വിശ്വാസവഞ്ചന കാട്ടിയത് പോലീസ്. നടപടി ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടിയെന്ന ഷൊർണൂർ സ്വദേശിനിയുടെ പരാതി. ഭരണ ഫ്ളാറ്റ് കേസ് ഇന്ന് സുപ്രീം കോടതി പരിഗണിക്കും. ഫ്ളാറ്റ് ഉടമകൾക്ക് നഷ്ടപരിഹാരം നൽകുന്നതുമായി ബന്ധപ്പെട്ട നടപടികളുടെ പുരോഗതി കോടതി പരിശോധിക്കും. ഫ്ളാറ്റ് അഴിമതി കേസിൽ CPIM നേതാവ് KA ദേവസിയെ ചോദ്യം ചെയ്യണമെന്നാവശ്യപ്പെട്ട് ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം സർക്കാരിന് അപേക്ഷ നൽകി. പത്മ പുരസ്കാര മാതൃകയിൽ കേരളത്തിലും പുതിയ പുരസ്കാരം വരുന്നു. ചീഫ് സെക്രട്ടറി തലത്തിൽ പ്രാഥമിക ചർച്ചകൾ നടന്നു. വിശദമായ രൂപരേഖ തയ്യാറാക്കുന്ന നടപടി പുരോഗമിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ. സംസ്ഥാന മന്ത്രിസഭാ യോഗം ഇന്ന്. ഒളിമ്പിക് മെഡൽ ജേതാവും ഇന്ത്യൻ ഹോക്കി ഗോൾ കീപ്പറുമായ PR ശ്രീജേഷിന് കേരള സർക്കാരിന്റെ പാരിതോഷികം പ്രഖ്യാപിക്കും. സർക്കാർ ജീവനക്കാർക്ക് ബോണസും ഉത്സവത്തെയും സംബന്ധിച്ച കാര്യത്തിൽ തീരുമാനമുണ്ടായി. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. 10 ജില്ലകളിൽ യെല്ലോ അലർട്ട്. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശം. KPCC പുനഃസംഘടനയ്ക്കും DCC പ്രസിഡന്റ് സ്ഥാനത്തേക്കും പട്ടിക കൈമാറി ഗ്രൂപ്പുകൾ. DCC അധ്യക്ഷ സ്ഥാനത്തേക്ക് 14 ജില്ലകളിലേക്കും പേര് നിർദ്ദേശിച്ച് A ഗ്രൂപ്പ്. K സുധാകരനും VD സതീശനും സ്വന്തം നിലയ്ക്കും പട്ടികകൾ തയ്യാറാക്കി. മുതിർന്ന നേതാക്കൾ വീണ്ടും യോഗം ചേരും. പ്രഖ്യാപനം ഈ മാസം. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി കെട്ടിടത്തിൽ നിന്ന് താഴേക്ക് ചാടി രോഗി മരിച്ചു. ജീവനൊടുക്കിയത് വളവന്നൂർ സ്വദേശി കൃഷ്ണൻ. ദേശീയവാർത്ത. ഹരിയാനയിലെ സോനിപ്പത്തിൽ പ്രായപൂർത്തിയാകാത്ത സഹോദരികളെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തി. പീഡനവും അരിൻകൊലയും അമ്മയെ ബന്ദിയാക്കിയതിനു ശേഷം 4 പേർ കസ്റ്റഡി. ഡൽഹി ചീഫ് സെക്രട്ടറി ആയിരുന്ന അൻഷു പ്രകാശിനെ ആക്രമിച്ച കേസിൽ അരവിന്ദ് കെജ്രിവാൾ, മനീഷ് സിസോദിയ എന്നിവരടക്കം 11 ആം ആദ്മി നേതാക്കളെ കുറ്റമുക്തരാക്കി. ആം ആദ്മി നേതാക്കളായ അമാനത്തുള്ള ഖാൻ, പ്രകാശ് ജർവാൾ എന്നിവർ വിചാരണ നേരിടണമെന്ന് കോടതി. ഉത്തർപ്രദേശിൽ യുവാവിനെ മർദ്ദിച്ച സംഭവത്തിൽ 4 പേർക്കെതിരെ കേസെടുത്ത് ബലിയ പോലീസ്. നടപടി മർദ്ദന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതിനു പിന്നാലെ. പെൺകുട്ടികളുടെ സുരക്ഷയ്ക്കും സംരക്ഷണത്തിനും പ്രത്യേക മാർഗരേഖ തയ്യാറാക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് നിർദ്ദേശം നൽകണമെന്ന് നാഷണൽ ചൈൽഡ് ഡെവലപ്മെന്റ് കൗൺസിൽ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന് നിവേദനം കൈമാറി.
കോയമ്പത്തൂരിൽ 10 AIADMK എംഎൽഎമാർക്കെതിരെ കേസ്. നടപടി കഴിഞ്ഞ ദിവസം AIADMK നേതാവ് SP വേലുമണിയുടെ വീട്ടിൽ വിജിലൻസ് നടത്തിയ റെയ്ഡിനെതിരെ പ്രതിഷേധം സംഘടിപ്പിച്ചവർക്കെതിരെ. ഡൽഹിയിലെ പാണ്ഡവ് നഗർ മദർ ഡയറി പ്ലാന്റ് ഭാഗത്ത് റോഡ് അറ്റകുറ്റപ്പണികളെ തുടർന്ന് അടച്ചു. 8 ദിവസത്തേക്ക് റോഡ് ഗതാഗതം തടസ്സപ്പെടുമെന്ന് ഡൽഹി ട്രാഫിക് പോലീസ്. ഒളിമ്പിക്സിൽ പങ്കെടുത്ത ഇന്ത്യൻ ഹോക്കി താരങ്ങളെ അനുമോദിച്ച് ഒഡീഷ മുഖ്യമന്ത്രി നവീൻ പട്നായിക്. വീരേന്ദ്ര ലക്ര, അമിത് രോഹിദാസ് എന്നിവർക്ക് 2.5 കോടി രൂപ ക്യാഷ് അവാർഡ് നൽകി ആദരിച്ചു. പഞ്ചാബ് കോൺഗ്രസിൽ വീണ്ടും തർക്കം. നവജോത് സിംഗ് സിദ്ധുവിന്റെ അഭിപ്രായങ്ങൾ സംസ്ഥാനത്തിന് യോജിക്കാത്തവയെന്ന് മുഖ്യമന്ത്രി അമരീന്ദർ സിംഗ്. കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി ആശങ്ക അറിയിച്ചു. ഉത്തർപ്രദേശിലെ കാൺപൂരിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥൻ അറസ്റ്റിൽ. പിടിയിലായത് ചക്കരി സ്റ്റേഷൻ ഉദ്യോഗസ്ഥനായിരുന്ന ദിനേശ് ചന്ദ്ര ത്രിപാഠി. നോക്കാം അന്താരാഷ്ട്ര വാർത്തകൾ. താലിബാനെ അഫ്ഗാനിസ്ഥാൻ തന്നെ നേരിടണമെന്ന് അമേരിക്ക. ഇനിയൊരു സൈനിക നീക്കത്തിന് അമേരിക്ക തയ്യാറല്ലെന്ന് പ്രസിഡന്റ് ജോ ബൈഡൻ. ബെലാറസിലെ വിവിധ പ്രതിനിധികൾക്കും സ്ഥാപനങ്ങൾക്കും ഒളിമ്പിക്സ് കമ്മിറ്റിക്കും ഉപരോധം ഏർപ്പെടുത്തിയ അമേരിക്കൻ നടപടി വിമർശിച്ച് ബെലാറസ്. ഉപരോധങ്ങൾ അടിസ്ഥാനരഹിതമെന്ന് ബെലാറസ് ഒളിമ്പിക് കമ്മിറ്റി. മാസ്ക് നിരോധനത്തിനെതിരെ ബോധവൽക്കരണവുമായി ടെക്സാസിലെയും ഫ്ലോറിഡയിലെയും സ്കൂൾ വിദ്യാർത്ഥികൾ. പ്രതിഷേധം റിപ്പബ്ലിക്കൻ ഗവർണർമാർ ഏർപ്പെടുത്തിയ മാസ്ക് നിരോധനത്തിനെതിരെ. തുർക്കിയിലെ കോവിഡ് നിരക്ക് 3 മാസത്തിനിടെ ഏറ്റവും ഉയർന്ന നിരക്കിൽ. 24 മണിക്കൂറിനിടെ 26,597 പേർക്ക് കോവിഡ്. 2 ആഴ്ചക്കിടെ 22,000 കേസുകളുടെ വർധന. ഓസ്ട്രേലിയയിലെ വിക്ടോറിയയിൽ കോവിഡ് കേസുകളിൽ വർധന. 20 പേർക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചു. നിയന്ത്രണം കർശനമാക്കാൻ തീരുമാനം. അൾജീരിയയിൽ ഭീകരവാദികളും സൈനികരും തമ്മിൽ ഏറ്റുമുട്ടി. 18 സൈനികർ കൊല്ലപ്പെട്ടു. 13 പേർക്ക് പരുക്ക്. ഓസ്ട്രേലിയയിലെ മെൽബണിൽ ലോക്ഡൌൺ നീട്ടി. 7 ദിവസം കൂടി നിയന്ത്രണം തുടരും. കോവിഡ് ഡെൽറ്റ വകഭേദം സ്ഥിരീകരിക്കുന്ന സാഹചര്യത്തിലാണ് നടപടി. പാകിസ്ഥാൻ ഉൾപ്പെടെ 9 രാജ്യങ്ങളെ മക്കയിൽ തീർത്ഥാടനത്തിന് അനുവദിക്കാതെ സൗദി അറേബ്യ. പാകിസ്ഥാന്റെ വാക്സിൻ സർട്ടിഫിക്കറ്റുകൾ വിശ്വസിക്കാൻ കഴിയില്ലെന്നും സൗദി. ഇന്ത്യൻ അംബാസിഡർ സിബി ജോർജ് കുവൈറ്റ് ആരോഗ്യ മന്ത്രാലയ അണ്ടർ സെക്രട്ടറി ഡോക്ടർ മുസ്തഫ റഡയുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യക്കാരായ പ്രവാസികളുടെ കുവൈറ്റിലേക്കുള്ള മടങ്ങുവരവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ചർച്ച ചെയ്തു. ഇന്ത്യ ഇംഗ്ലണ്ട് 2ാം ടെസ്റ്റ് നാളെ മുതൽ. മത്സരം ഉച്ചയ്ക്ക് 3:30. മഴ തടസ്സപ്പെടുത്തിയ ആദ്യ മത്സരം സമനിലയിൽ അവസാനിച്ചിരുന്നു. ATP ടൊറന്റോ മാസ്റ്റേഴ്സ് ടൂർണമെന്റിൽ നിന്ന് പിന്മാറി റഫാൽ നദാൽ. പിന്മാറ്റം കാലിനേറ്റ പരിക്കിനെ തുടർന്ന്. ബ്രസീലിയൻ താരം കയോ ജോർഗെ യുവന്റസിൽ. ക്ലബ്ബുമായി കരാറിൽ ഒപ്പുവെച്ചു. താരം യുവന്റസിൽ എത്തുന്നത് ബ്രസീലിയൻ ക്ലബ്ബായ സാന്റോസിൽ നിന്ന്. ജില്ലാ വാർത്ത. തിരുവനന്തപുരം നഗരസഭ അടുത്ത മാസം 7-ന് അദാലത്ത് സംഘടിപ്പിക്കുന്നു. കെട്ടിട നിർമ്മാണ അനുമതിയുമായി ബന്ധപ്പെട്ട ഫയലുകൾ തീർപ്പാക്കും. റീഹാബിലിറ്റേഷൻ ലിമിറ്റഡ് കുളത്തൂപ്പുഴ എസ്റ്റേറ്റിൽ നിന്ന് പശുവിനെ മോഷ്ടിച്ച് വിൽപ്പന നടത്തിയ 2 പേർ അറസ്റ്റിൽ. സാംനഗർ സ്വദേശികളായ റിയാസ്, അനസ് എന്നിവരാണ് പിടിയിലായത്. കൊല്ലം ശാസ്താംകോട്ടയിൽ വീടിന് നേരെ ബോംബേറ്. വേങ്ങ ശശിമന്ദിരത്തിൽ രാധാമണിയുടെ വീടിന് നേരെയാണ് ആക്രമണമുണ്ടായത്. ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റിയുടെ SM വെങ്കിട്ടനാരായണ വിദ്യാഭ്യാസ അവാർഡ് വിതരണം ചെയ്തു. SMV ഗ്രൂപ്പ് MD മദൻ 3 വിദ്യാർത്ഥിനികൾക്ക് പുരസ്കാരം കൈമാറി. കടക്കലിൽ നിയമം ലംഘിച്ച് വസ്ത്രശാലയുടെ പരസ്യം പതിച്ച് നിരത്തിലിറങ്ങിയ 5 കാറുകൾ പിടികൂടി. പോലീസും മോട്ടോർ വാഹന വകുപ്പും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് നടപടി. ടാക്സ് കൺസൾട്ടന്റ്സ് ആൻഡ് പ്രാക്ടീഷണേഴ്സ് അസോസിയേഷൻ നേതൃത്വത്തിൽ നിൽപ്പ് സമരം. പ്രതിഷേധം അനാവശ്യ നോട്ടീസുകൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട്. തിരുവല്ലയിൽ ഗൃഹനാഥനെ ആക്രമിച്ച് മതിൽ തകർത്ത സംഭവത്തിൽ കുറ്റൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ രാജി ആവശ്യപ്പെട്ട് പ്രതിഷേധം. BJP മെമ്പർമാരുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ സമരം നടത്തി. ക്യാറ്റ് പ്രവേശന പരീക്ഷ മാറ്റിവെച്ച് മഹാത്മാഗാന്ധി സർവകലാശാല. നാളെയും മറ്റന്നാളും നടത്താനിരുന്ന പരീക്ഷകളാണ് മാറ്റിയത്. കട്ടപ്പന സിവിൽ സ്റ്റേഷൻ പരിസരത്ത് ഓട നിർമ്മാണം പൂർത്തീകരിക്കുന്നില്ലെന്ന് പരാതി. വ്യാപാര സ്ഥാപനങ്ങളുടെ മുൻവശം മണ്ണെടുത്ത് തകർന്നു കിടക്കുന്നത് കച്ചവടത്തെ ബാധിക്കുന്നുവെന്ന് വ്യാപാരികൾ. ഇടുക്കിയിൽ കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ 2 തോട്ടം തൊഴിലാളികൾക്ക് പരിക്ക്. ഉപ്പുതറ, ചപ്പാത്ത്, തോംസൺ കാപ്പി എസ്റ്റേറ്റിലെ തൊഴിലാളികളായ സോമു, രാമലക്ഷ്മി എന്നിവർക്കാണ് പരിക്കേറ്റത്. എറണാകുളം ഇടത്തലയിൽ 14-കാരിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ കേസിൽ യുവാവ് പിടിയിൽ. അറസ്റ്റായത് തേവക്കൽ സ്വദേശി സുജിത്ത്. മഴക്കെടുതിയിൽ വീട് നഷ്ടപ്പെട്ട വീട്ടമ്മയ്ക്ക് സഹായവുമായി CPIM. കോതമംഗലം അടിവാട് ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമാഹരിച്ച തുക കൈമാറി.
ചാവക്കാട് നഗരസഭയിലെ പച്ചത്തുരുത്ത് പദ്ധതിയുടെ ഭാഗമായി സംരക്ഷിച്ചു വരുന്ന ചെടികളും വൃക്ഷത്തൈകളും മിയാവാക്കി വനമായി മാറുന്നു. ഓഗസ്റ്റ് 17 ജനകീയാസൂത്രണ രജത ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി വനം ഉദ്ഘാടനം ചെയ്യും. പാലക്കാട് തിരുമാന്താംകുന്ന് ക്ഷേത്രത്തിനടുത്ത് പുത്തൻകുളത്തിൽ കുളിക്കാനിറങ്ങിയ SBI ഉദ്യോഗസ്ഥൻ മുങ്ങി മരിച്ചു. മരിച്ചത് കോട്ടയം കടുത്തുരുത്തി മാഞ്ഞൂർ സ്വദേശി ശ്രീരാം. പാലക്കാട് ഷോളയൂരിൽ ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവർക്കെതിരെ നടന്ന പോലീസ് അതിക്രമത്തിൽ പ്രതിഷേധവുമായി SC/ST കോർഡിനേഷൻ കമ്മിറ്റി കളക്ടറേറ്റ് മുൻപിൽ ധർണ നടത്തി. പാലക്കാട് നെന്മാറ സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ എക്സ്റേ സംവിധാനം താൽക്കാലികമായി നിലച്ചതോടെ രോഗികൾ ദുരിതത്തിൽ. ആശുപത്രിയിലെ സേവനങ്ങൾ കുറഞ്ഞു വരുന്നതായി പരാതി. പാലക്കാട് ജില്ലയിൽ ജാഗ്രതാ സമിതി സിറ്റിംഗ് നടന്നു. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെയുള്ള അതിക്രമങ്ങൾ സംബന്ധിച്ച പരാതികൾ പരിഹരിക്കുകയാണ് ലക്ഷ്യം. പാലക്കാട് ശാന്തിനികേതനം വൃദ്ധസദനത്തിലേക്ക് സഹായവുമായി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി. പാലക്കാട് ടൗൺ യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിരോധ കിറ്റുകൾ കൈമാറി. ഹ്യൂമൻ റൈറ്റ്സ് ഫൗണ്ടേഷൻ പാലക്കാട് ജില്ലാ ഘടകം സംഘടിപ്പിച്ച RT ഓഫീസ് മാർച്ച് ഉദ്ഘാടനം ചെയ്ത് CR നീലകണ്ഠൻ. വാളയാർ RT ഓഫീസിൽ നടക്കുന്ന അഴിമതിയിൽ സർക്കാരിന്റെ അടിയന്തര ഇടപെടൽ ആവശ്യമാണെന്ന് CR നീലകണ്ഠൻ. പാലക്കാട് അട്ടപ്പാടി ആദിവാസി മഹിളാ കർഷകർ തയ്യാറാക്കിയ ഉൽപ്പന്നങ്ങൾ വിപണിയിൽ. പദ്ധതി ആദിവാസി സമഗ്ര വികസനത്തിന്റെ ഭാഗമായി. മലപ്പുറം കളക്ടറേറ്റ് മാർച്ചിന് നേരെയുണ്ടായ പോലീസിന്റെ നടപടിയിൽ പ്രതിഷേധിച്ച് അങ്ങാടിപ്പുറം ടൗണിൽ പ്രതിഷേധ പ്രകടനം. ഫ്രറ്റേണിറ്റി മൂവ്മെന്റ് വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി സംയുക്തമായാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. വഴിക്കടവ് രണ്ടാം പാടത്തെ കാട്ടാനകൾ വ്യാപകമായി കൃഷി നശിപ്പിച്ചു. വനംവകുപ്പ് അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് പറപ്പൂർ റൂറൽ കോപ്പറേറ്റീവ് ബാങ്ക് തട്ടിപ്പിൽ ശക്തമായ അന്വേഷണം വേണമെന്ന് പറപ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി. CPIM ജില്ലാ കമ്മിറ്റി അംഗത്തിനുൾപ്പെടെ പണം തിരിച്ചടയ്ക്കാൻ ജോയിന്റ് രജിസ്ട്രാർ നോട്ടീസ് അയച്ചതിൽ മറുപടി പറയണമെന്ന് ബ്ലോക്ക് പ്രസിഡന്റ്. കോവിഡ് വാക്സിൻ വിതരണത്തിൽ മുൻഗണന ലഭിക്കാതായതോടെ മേലാറ്റൂരിലെ 108 വ്യാപാരികൾ പണമടച്ച് കുത്തിവെപ്പെടുത്ത് പ്രതിഷേധിച്ചു. വ്യാപാരി വ്യവസായ ഏകോപന സമിതി യൂണിറ്റിന്റെ നേതൃത്വത്തിലായിരുന്നു വാക്സിനേഷൻ. വിശിഷ്ട സേവനത്തിന് മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡലിന് അർഹനായ പൊന്നാനി CI വിനോദ് വലിയാറ്റൂരിനെ ആദരിച്ച് K കരുണാകരൻ സ്റ്റഡി സെന്റർ. നിയോജകമണ്ഡലം ചെയർമാൻ A പവിത്രകുമാർ നേതൃത്വം നൽകി. കോവിഡ് ബാധിച്ചവരുടെ പ്രസവ ശുശ്രൂഷ നടത്തിയ ഡോക്ടർക്ക് ആദരം. ഡോക്ടർ സബിത നടക്കാവിലിനെയാണ് ആദരിച്ചത്. കോഴിക്കോട് കുന്നമംഗലത്ത് ആഭരണ തൊഴിലാളികളുടെ പ്രതിഷേധ ധർണ. വിൽപ്പന നികുതിയുടെ പേരിൽ GST ഉദ്യോഗസ്ഥർ ആഭരണ തൊഴിലാളികളെ ദ്രോഹിക്കുന്നത് അവസാനിപ്പിക്കണമെന്ന ആവശ്യം. കോഴിക്കോട് കുന്നമംഗലത്ത് കഴിഞ്ഞ ദിവസം കാണാതെ യുവാവിനെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. മടവൂർ സ്വദേശി അബ്ദുൽ ഹസനാണ് മരിച്ചത്. പുതുക്കി പണിയുന്ന കോഴിക്കോട് ഉള്ളിയേരി പാലം സ്വാതന്ത്ര്യ സമര ചരിത്ര സ്മാരകമാക്കണമെന്ന് കോൺഗ്രസ്. ഉള്ളിയേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒപ്പുശേഖരണത്തിന് തുടക്കമായി. ടോക്കിയോ ഒളിമ്പിക്സിൽ പങ്കെടുത്ത് തിരിച്ചെത്തിയ നോഹ നിർമ്മൽ ടോമിനും KT ഇർഫാനും ജന്മനാടിന്റെ സ്വീകരണം. ജില്ലാ അത്ലറ്റിക്സ് അസോസിയേഷനും ജില്ലാ ഒളിമ്പിക്സ് അസോസിയേഷനും സംയുക്തമായി കരിപ്പൂർ വിമാനത്താവളത്തിൽ സ്വീകരണം നൽകി. മാനന്തവാടി നഗരസഭയിൽ പ്രതിപക്ഷത്തിന്റെ കുത്തിരിപ്പ് സമരം. CFC ഫണ്ട് വിതരണത്തിലെ അപാകത പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. ഉദ്ഘാടനത്തിനൊരുങ്ങി മാനന്തവാടി ക്യാമ്പസിൽ പുതുതായി പണിത കെട്ടിടങ്ങൾ. ജന്തുശാസ്ത്ര വിഭാഗത്തിനും ഹോസ്റ്റലിനുമായാണ് കെട്ടിടങ്ങൾ നിർമ്മിച്ചത്. തളിപ്പറമ്പ് ചിന്മയ വിദ്യാലയത്തിലെ അധ്യാപകരുടെ സമരത്തിനെതിരായ പരാതിയിൽ ഇടപെട്ട് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ. വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ ക്ലാസ് നിഷേധിക്കുകയാണെന്ന പരാതി അടിയന്തരമായി പരിഹരിക്കാൻ കളക്ടർക്ക് നിർദ്ദേശം. കണ്ണൂർ കളക്ടറേറ്റ് മുന്നിൽ പട്ടിണി സമരം നടത്തിയ സ്കൂൾ പാചക തൊഴിലാളി കോൺഗ്രസ്. സ്കൂൾ തുറക്കുന്നതുവരെ പ്രതിമാസം 7,500 രൂപ വേതനം നൽകണമെന്ന ആവശ്യം. തൃക്കരിപ്പൂർ വിവേഴ്സ് സൊസൈറ്റിയിൽ കൈത്തറി മേള തുടങ്ങി. വിപണനത്തിനായി ഒരുക്കിയിരിക്കുന്നത് പ്രകൃതിദത്തമായ കോട്ടൺ ഉൽപ്പന്നങ്ങൾ. പച്ചക്കറികളുടെ വിളവെടുപ്പ് ആരംഭിച്ച് പൊയിനാച്ചി ഹരിതം കർഷക കൂട്ടായ്മ. ഓണവിപണി ലക്ഷ്യമാക്കി പച്ചക്കറി കൃഷി നടത്തിയത് 12 ഏക്കർ തരിശു നിലത്ത്. എന്റർടൈൻമെന്റ്. ഇന്ദ്രൻസിൽ നായകനാക്കി റോജിൻ തോമസ് കഥ എഴുതി സംവിധാനം ചെയ്യുന്ന ഹാഷ് ഹോം ഓഗസ്റ്റ് 19 റിലീസ് ചെയ്യും. ഫ്രൈഡേ ഫിലിംസിന്റെ ബാനറിൽ വിജയ് ബാബുവാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. പ്രിയങ്ക ചോപ്ര, കത്രീന കൈഫ്, ആലിയ ഭട്ട് എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ഫർഹാൻ അക്തർ പുതിയ ചിത്രമൊരുക്കുന്നു. ജീലെ സറ എന്ന് പേരിട്ടിരിക്കുന്ന ചിത്രം ഒരു റോഡ് ട്രിപ്പ് മൂവിയായിരിക്കുമെന്ന് സൂചന. ബോളിവുഡ് സംവിധായകൻ സഞ്ജയ് ലീല ബൻസാലി വെബ് സീരീസുമായി എത്തുന്നു. ഹീരാമാണ്ടി എന്ന് പേരിട്ടിരിക്കുന്ന സീരീസ് സ്വാതന്ത്ര്യലബ്ധിക്ക് മുൻപുള്ള ലാഹോർ പശ്ചാത്തലത്തിലാണ് തയ്യാറാക്കിയത്. നിരവധി അന്താരാഷ്ട്ര പുരസ്കാരങ്ങൾ നേടി സതീഷ് കുമാർ സംവിധാനം ചെയ്ത ഞാൻ ഷേക്സ്പിയർ എന്ന ചിത്രം ഇൻഡോ ഫ്രഞ്ച് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച LGBT ചിത്രത്തിനുള്ള പുരസ്കാരവും ചിത്രം നേടി. ടോക്കിയോ ഒളിമ്പിക്സ് സമാപന പരിപാടിയിൽ വൈറലായ ജാപ്പനീസ് വിദ്യാർത്ഥികളുടെ വീഡിയോ എന്ന പേരിൽ വ്യാജ പ്രചാരണം സത്യാവസ്ഥയിലേക്ക്. സോഷ്യൽ മീഡിയയിൽ വൈറലായ സിംഗ്രണൈസ്ഡ് വാക്കിന്റെ മനോഹര ദൃശ്യമാണിത്.
പ്രകടനത്തിന് ടോപ്പ് ആംഗിൾ ഷോട്ടിൽ 5 വളയങ്ങൾ സമന്വയിപ്പിക്കുന്നതും കാണാം. ടോക്കിയോ ഒളിമ്പിക്സ് സമാപന പരിപാടിയിലെ മാസ്മരിക പ്രകടനം എന്ന പേരിലാണ് ദൃശ്യം സോഷ്യൽ മീഡിയയിൽ വ്യാപകമാകുന്നത്. എന്നാൽ ജപ്പാനിലെ നിപ്പോൺ സ്പോർട്സ് സയൻസ് യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികളുടെ ഈ വീഡിയോയ്ക്ക് 7 വർഷത്തെ പഴക്കമുണ്ട്. മാത്രമല്ല ഒളിമ്പിക്സുമായി വീഡിയോയ്ക്ക് യാതൊരു ബന്ധവുമില്ല. കോഴിക്കോട് മാവൂർ റോഡിലെ ലോഡ്ജിൽ ലഹരി വസ്തുക്കളുമായി 8 പേർ പിടിയിൽ. സംഘം താമസിച്ചത് 4 മുറികളിലായി. PSG ആരാധകർക്ക് നന്ദി പറഞ്ഞ ലയണൽ മെസ്സി. ക്ലബിലേത് ലോകത്തെ മികച്ച താരങ്ങളെന്നും മെസ്സി. വിജു എബ്രഹാം, മുഹമ്മദ് നിയാസ് എന്നിവരെ കേരള ഹൈക്കോടതിയിലെ അഡീഷണൽ ജഡ്ജിമാരായി നിയമിച്ചു. കേന്ദ്ര നിയമ മന്ത്രാലയം ഇത് സംബന്ധിച്ച വിജ്ഞാപനം പുറത്തിറക്കി. രാജ്യത്തെ കോവിഡ് ഡെൽറ്റ വകഭേദം വ്യാപിച്ചതിൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയുമായി ചൈന. ആരോഗ്യവകുപ്പിലേതുൾപ്പെടെ 47 ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ. കരുവന്നൂർ സഹകരണ ബാങ്ക് വായ്പാ തട്ടിപ്പിൽ 1-ാം പ്രതി സുനിൽകുമാറിനെ ചോദ്യം ചെയ്യാൻ വിട്ടു നൽകണമെന്നാവശ്യപ്പെട്ട് ക്രൈംബ്രാഞ്ച് കസ്റ്റഡി അപേക്ഷ സമർപ്പിച്ചു. ഒരാഴ്ച കസ്റ്റഡിയിൽ വിട്ടുകിട്ടണമെന്ന ആവശ്യം.